ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നവീൻ ശ്രുതിയോട് കുറച്ച് സാധനങ്ങളൊക്കെ അവരുടെ ഷോപ്പിൽ നിന്നും വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്, എനിക്കിപ്പോൾ നിനക്ക് ഫ്രീ ആയിട്ടൊന്നും തരാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നവീൻ വിടുന്ന ഭാവമില്ലേ. നവീൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, നീ നിൻ്റെ കാശ് കൊണ്ട് എനിക്കെല്ലാം മേടിച്ചതാന്ന് പറയുവാണ്. ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ എനിക്ക് കിട്ടണം, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല, നിൻ്റെ ഭർത്താവിനെ കണ്ടിട്ടേ എന്നാൽ പിന്നെ ഞാൻ പോവുള്ളൂ എന്നൊക്കെ നവീൻ ഭീഷണിപ്പെടുത്തുവാണ് ശ്രുതിയെ. ശ്രുതി വേറെ നിവർത്തിയൊന്നുമില്ലാതെ പറയുന്നുണ്ട്, ശരി ഞാൻ തരാമെന്ന് പറയുമ്പോഴേക്കും നവീൻ പറയും, നല്ല കുട്ടി എന്ന് പറയുവാണേ, നിൻ്റെ ഈ ഭയമാണ് എന്നെ ജീവിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതെന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നവീൻ ഒന്ന് എളുപ്പം പോകോ, ശ്രുതി വന്ന സമയമായി എന്ന് പറഞ്ഞ് നവീനെ പറഞ്ഞു വിടുവാണേ. അങ്ങനെ നവീൻ ആ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തൊരു വണ്ടി കയറ്റി പോകുവാണ്. അപ്പോൾ നവീൻ ഈ സാധനങ്ങളായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വരുവാണേ. ശ്രുതി നോക്കുമ്പോഴേക്കും ഒരാൾ വന്ന്, ഒരു കസ്റ്റമർ വന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടും പോകുന്നു. ശ്രുതിക്കപ്പോൾ ഭയങ്കര സന്തോഷവും, ഇന്ന് വലിയ ഏതൊരു കസ്റ്റമറെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു, ഒരുപാട് പ്രോഡക്റ്റ് സെയിലായി എന്നുള്ളൊരു സന്തോഷത്തിൽ ശ്രുതി നല്ല ഓടിച്ചാടി ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് പോവുകയാണേ. ശ്രുതി ഓടിപ്പോയി ശ്രുതിയെ കെട്ടിപ്പിടിക്കുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി ഇത്? അല്ല, പുറത്ത് ഞാനൊരു കസ്റ്റമർ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് പോകുന്നത് കണ്ടു, നീ 1 മണിക്കൂറല്ലേ ഇവിടെ ഇരുന്നുള്ളൂ, അപ്പോഴേക്കും ഇത്രയും പ്രോഡക്റ്റ് സെയിലായോ? ഞങ്ങൾക്ക് ഏതായാലും ഐറ്റംസ് ഒക്കെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് അപ്പം തന്നെ സെയിലായി കിട്ടി, ഇന്ന് ഒരുപാട് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ ഇരിക്കുന്ന ചെയറിലോട്ട്, ക്യാഷ്യർ കൗണ്ടറിലോട്ട് എളുപ്പം ഓടിപ്പോയിട്ട് ആ കബോർഡൊക്കെ തുറന്ന് നോക്കുവാണെങ്കിൽ മേശയൊക്കെ വലിച്ചു നോക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കാശൊന്നുമില്ല. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി കാശൊക്കെ എവിടെയെന്ന് ചോദിക്കുവാണേ. ഓ, കാർഡ് പേയ്മെൻ്റ് ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുത്ത് മൊബൈൽ അക്കൗണ്ട് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുവാണേ. അപ്പോൾ പറയും, അയ്യോ എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ, ക്യാഷും ക്രെഡിറ്റ് ആയിട്ടില്ല, എന്താ ശ്രുതി ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ശ്രുതി അവർ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് EMI ആയിട്ട് അടക്കാമെന്ന് പറയുമെന്ന് പറയുവാണേ ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്ത് EMI-യോ, എന്താ ശ്രുതി ഇത്? നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെച്ചതല്ലേ, അതിൽ ആദ്യത്തെ കണ്ടീഷൻ ഇതായിരുന്നില്ലേ, ഇൻസ്റ്റാൾമെൻറ്റിൽ ആർക്കും ഒന്നും കൊടുക്കരുതെന്ന്. ശ്രുതിക്ക് ദേഷ്യം വന്നിരിക്കുവാണേ, കാരണം ഒരുപാട് പ്രതീക്ഷയോടെ പോയതാണല്ലോ ബാലൻസ് ഒക്കെ നോക്കാൻ വേണ്ടി, പക്ഷെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദേഷ്യം വന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് അറിയാവുന്ന ഒരാളായോണ്ടാന്ന് പറയുമ്പോഴേക്കും, അറിയാവുന്ന ആളാണെന്ന് വെച്ചിട്ട് ഡൗൺ പേയ്മെൻ്റ് ഒന്നും ചെയ്തില്ലേ, 1 രൂപ പോലും മേടിക്കാതെയാണോ ഇതെല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് കൊടുത്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് ശ്രുതി, കറക്റ്റായിട്ട് ക്യാഷൊക്കെ തരുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അതൊന്നും പറ്റുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, നമ്മളിനി ഈ സാധനം എടുത്തതിൻ്റെ പൈസയൊക്കെ ഇനി എങ്ങനെ കൊടുക്കും, 1 രൂപ പോലും അവർ തരാത്ത സ്ഥിതിക്ക്. ശ്രുതി അപ്പം പറയുന്നുണ്ടേ, നമുക്ക് അവരോട് സംസാരിച്ചാൽ പോരെ. അപ്പോൾ ശ്രുതി പറയും, ഒരു സാധനമാണ് മേടിച്ചെങ്കിൽ കുഴപ്പമില്ല, ഇത് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് 1 രൂപ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് സംസാരിക്കാനാ ശ്രുതി, അവർ കാശ് തരുമോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, ശ്രുതിക്ക് എന്താ ഇപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ്, എൻ്റെ ക്ലയൻറ്റിൻ്റെ ഹസ്ബൻഡാണെന്നൊക്കെ, അവർ തരും എന്ന് പറഞ്ഞാൽ തരും, ശ്രുതിക്ക് ഇപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ശ്രുതി ദേഷ്യം വന്ന പോലെ അഭിനയിക്കുവാണ്. കാരണം എത്രയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും ശ്രുതി കൺവിൻസ് ആവുന്നില്ലല്ലോ, ശ്രുതിക്ക് കാശ് വേണം എങ്ങനെയെങ്കിലും. ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട്, പൈസ എന്നാലും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ശ്രുതിക്ക് എൻ്റെ ഇപ്പോൾ പൈസ വേണോ, ഞാനന്ന് അവരെ വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ട് തരാൻ പറയാം, എൻ്റെ ഭർത്താവിന് എൻ്റെ മേലിൽ വിശ്വാസമില്ല, എൻ്റെ സുഹൃത്തുക്കളെയും വിശ്വാസമില്ല, അതുകൊണ്ട് സാധനങ്ങൾ താന്ന് പറഞ്ഞിട്ട് ഞാനൊരു സോറി പറഞ്ഞോളാം അവരോട്, പോരെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുക്കുവാണെങ്കിൽ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ചൂടാവല്ലേ, ഞാൻ പറഞ്ഞത് നീ തന്നെയല്ലേ ഈ പോളിസി ആദ്യം വെച്ചത്, ഇൻസ്റ്റാൾമെൻറ്റിൽ ആർക്കും ഒന്നും കട തുടങ്ങിയ സമയത്ത് തന്നെ ഒന്നും കൊടുക്കണ്ടാന്ന്, എന്നിട്ട് നീ തന്നെ അത് തെറ്റിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചല്ലേ, സാരമില്ല ശ്രുതി, നിനക്ക് വിശ്വാസമുള്ള ഒരാളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, നിനക്ക് പാർലറിൽ പോയ സമയമായില്ലേ, നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുവാണേ. ശ്രുതി ഒന്ന് ചൂടായപ്പോഴേക്കും ശ്രുതി അങ്ങ് ഇല്ലാണ്ടായി. അവസാനം ശ്രുതിയെ സമാധാനിപ്പിച്ച് പാർലറിലോട്ട് വിടുവാണേ. ശ്രുതി പുറത്തിറങ്ങിയിട്ട് മീരയെ ഫോൺ ചെയ്യുവാണേ, എത്രയും പെട്ടെന്ന് എനിക്ക് മീരയെ കാണണം എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ മീരയോട് പറയുന്നുണ്ട്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഇതെന്താടി, അവൻ നേരത്തെ പാർലറിൽ വന്നാണ് നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പം നിൻ്റെ ഷോപ്പിലോട്ടും വരാൻ തുടങ്ങിയോ, അതും പോരാനിട്ട് ഷോപ്പിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു, ഇനി അതിൻ്റെ കാശൊക്കെ എന്ത് ചെയ്യോടി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ തന്നെ കുറേശ്ശായിട്ട് അടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, നീ സമ്പാദിക്കുന്ന കാശൊക്കെ ഈ നവീനെ കറക്റ്റായിട്ട് കൊടുക്കാനേ തികയുന്നുള്ളല്ലോ ശ്രുതി എന്നൊക്കെ പറയുവാണേ. മീര പറയുന്നുണ്ടേ, അവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം, അല്ലെങ്കിൽ നീ ശ്രുതി ഇരുന്ന പോലെ നീയും പോയി വല്ല അമ്പലത്തിലും പിച്ചെടുക്കാൻ ഇരിക്കേണ്ടി വരും, നിന്റെ ഗതി അതാകും എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതാ ഞാനും ഓർക്കുന്നേ, എന്തെങ്കിലും ഉടനെ തീരുമാനിക്കണം. അപ്പോൾ മീര പറയുന്നുണ്ട്, അവരൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീര പറയും, അത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, എന്ത് പ്രശ്നം, അവൻ എങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എനിക്കായിരിക്കും പ്രശ്നം, അവൻ്റെ ഈ ബ്ലാക്ക് മെയിലിങ്ങിനും ടോർച്ചറിനൊക്കെ ഒരു അവസാനം വരുത്തണം എന്ന് ശ്രുതി പറയുവാണേ.
അപ്പോൾ മീര പറയുന്നുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും എന്നാൽ പോലീസുകാരും ആദ്യം എന്നെ പിടിച്ച് ജയിലിലിടും, കാരണം ഞാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞാൻ വീട്ടുകാരെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നവീൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. കാരണം അവർ ചോദിക്കുമല്ലോ എന്തിനാണ് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ നവീൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് ഞാനാന്ന് പറയുമ്പോഴേക്കും മീര പറഞ്ഞു അതും ശരിയാ. അപ്പോൾ പിന്നെ എന്നാലും ഈ റൗഡിയുടെ അടുത്ത് പോയി ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇനി ആ ഒരു ജോലി മാത്രമേ നമ്മൾ ചെയ്യാത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഒരു പൊറുക്കി ഒതുക്കാൻ വേറൊരു റൗഡിക്കേ കഴിയത്തുള്ളൂ, ഇതേ ഉള്ളൊരു വഴി, വാ നമുക്കിപ്പോൾ തന്നെ പോയി അവരെ കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി കാണാം മീരയും കൂട്ടിയിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ അടുത്തോട്ട് പോകുവാണേ. അത് വേറെ ആരുമല്ല നമ്മുടെ ആൻ്റണീൻ്റെ അടുത്തോട്ടാണ് ശ്രുതിയും മീരയും സഹായം ചോദിച്ചുകൊണ്ട് പോകുന്നത്. ശ്രുതി എന്നിട്ട് ആൻ്റണിയുടെ ഓഫീസിലോട്ട് എത്തുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് ഇതാരെ ശ്രുതിയോ, വാ ഇരിക്കിരിക്കെ, എന്താ ശ്രുതി ഇനിയും പൈസ വല്ലതും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും പൈസക്കല്ല ആൻ്റണി ഞാനിപ്പോൾ വന്നത്, എനിക്ക് ആൻ്റണിയുടെ ഒരു സഹായം വേണം. ഒരാൾ കുറേ നാളായി എന്നെ ടോർച്ചർ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ ആ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ആൻ്റണി, അവൻ്റെ ആ ശല്യത്തിന് എനിക്കൊരു അവസാനം വരുത്തണം, അതിനെന്നെ ആൻ്റണി സഹായിക്കണം എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ടേ അതിന് ഞാൻ പലിശക്ക കൊടുക്കുന്നത്, എനിക്ക് ഗുണ്ടാപ്പണിയൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും വെറുതെ പറയല്ല ആൻ്റണി, നിന്നെപ്പറ്റി ഞാൻ പുറത്തൊക്കെ അന്വേഷിച്ചായിരുന്നു, നിനക്ക് ഇത് ഗുണ്ടാപ്പണി ഉണ്ടെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ ശ്രുതി പറയുവാണേ. ഓ അപ്പം എന്നെപ്പറ്റിയെല്ലാം അറിഞ്ഞു വെച്ചിട്ടാ വന്നിരിക്കുന്നത്, ശരി ശരി ആളുടെ ഫോട്ടോ കാണട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി നവീൻ്റെ ഫോട്ടോ മൊബൈലിലുള്ളത് കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഫോട്ടോ ഇങ്ങനെ ആൻ്റണി നോക്കിയിട്ട് പറയും ഇവനെ കണ്ടാൽ നിങ്ങൾ പറയുന്ന പോലെയൊന്നും തോന്നുന്നില്ലല്ലോ, നല്ല പഠിച്ച ഒരാൾ നല്ല ജോലിയുള്ള ഒരാളായിട്ടാണല്ലോ തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും അവനെ കണ്ട അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അവൻ ആളത്ര ശരിയല്ല, അവൻ്റെ ഭാര്യ അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഓടിപ്പോയത്, ഇപ്പോൾ ദേ ഇവളെയും വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാന്ന് മീര പറയുവാണേ. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട് ശരി ആരാ ഇയാൾ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ, എന്തോ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്, അതെന്താ കാര്യം എന്നൊക്കെ ആൻ്റണി ചോദിക്കുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയും ഇത്രയും ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലല്ലേ കംപ്ലൈൻറ്റ് കൊടുക്കത്തുള്ളൂ, ഇങ്ങോട്ട് വരുമായിരുന്നു, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൻ്റണിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കുവാണ് ശ്രുതി. അപ്പോഴേക്കും ആൻ്റണി പറയും അയ്യോ നിക്ക് മീര പറയുന്നുണ്ട് പോലീസുകാരെക്കാളും കൂടുതൽ ചോദ്യങ്ങളാണല്ലോ നിങ്ങൾ ചോദിക്കുന്നേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ പൊക്കോളാന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയും നിങ്ങൾ എൻ്റെ അടുത്തൊരു സഹായം ചോദിച്ച് വന്നതല്ലേ, നിങ്ങൾ എൻ്റെ ഒരു കസ്റ്റമറാണ്, ഞാൻ ചെയ്തോളാം, ഇവൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്താ ചെയ്യണ്ടേ കൊല്ലണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും കൊല്ലയൊന്നും വേണ്ട, ഒന്ന് അവനൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി, പിന്നെ ഒരു 2-3 ഇടിയും കൊടുത്തോ, പിന്നെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഞാനാണെന്ന് ഒരിക്കലും അറിയരുതെന്ന് പറയണേ ശ്രുതി. അപ്പോഴേക്കും ആൻ്റണി പറയും ശരി ശരി അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അപ്പോൾ കാശ് എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയും ഏയ് കാശൊന്നും വേണ്ട, നിങ്ങളൊരാളെ ശല്യപ്പെടുത്തുന്നതൊന്നും അവസാനിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ, ഇത് എൻ്റെ ഒരു ഫ്രീ സർവീസായിട്ട് കൂട്ടിക്കുമെന്നൊക്കെ ആൻ്റണി പറയുവാണേ. എന്നിട്ട് ശ്രുതിയും മീരയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആൻ്റണിയുടെ കൂടെയുള്ള ആൾ ചോദിക്കുന്നുണ്ട് എന്താ ആൻ്റണി ചേട്ടാ അവരുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കാത്തേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ഇത് നമ്മുടെ സച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യയാടാ, സച്ചിക്കിട്ടൊരു പണി കൊടുക്കണമെങ്കിൽ ഇനി ഇവളാണ് നമ്മുടെ ആയുധം, ശരത്തിപ്പോൾ പയ്യെ നമ്മുടെ ഒരു വഴിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവളെ അങ്ങനെ ഫ്രീ ആയിട്ട് ഈ സർവീസ് ചെയ്തു കൊടുക്കാമെന്ന് ഓർത്തത്, ശരത്ത് പോയ സ്ഥിതിക്ക് ഇനി ഇവളാണ് നമ്മുടെ വജ്രായുധം എന്നൊക്കെ ആൻ്റണി പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി പേരും ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവുകയെന്ന് മൊബൈൽ നമ്പറൊക്കെ. അപ്പോൾ ആൻ്റണി അയാളോട് പറയുന്നുണ്ട് നീ ഈ നമ്പറിലോട്ട് വിളിച്ച് ഇവനോട് എത്രയും പെട്ടെന്ന് ഈ ഓഫീസിലോട്ടൊന്ന് വരാൻ പറയുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്നും പാചകം ചെയ്യുവാണേ. അപ്പോൾ വർഷ വരുവാണ്. വർഷ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി കുക്കിങ്ങിലാണോ. രേവതി ചേച്ചിയുടെ ദേഷ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇനി അടുക്കളയിൽ കയറി ഒന്നും കുക്ക് ചെയ്യില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചന്ദ്ര പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് ഇവരുടെ സംഭാഷണം. അപ്പോൾ രേവതി പറയുന്നുണ്ട് വേറെ എന്ത് ചെയ്യാനാ വർഷേ, ഇവിടെ ദേഷ്യപ്പെടാൻ പോലും ഒരു യോഗ്യത വേണം, എനിക്കതില്ല എന്ന് പറയുവാണ്. സച്ചിയേട്ടനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ പാവം രാത്രി ഫുള്ളും എന്നെ അന്വേഷിച്ച് നടക്കുന്നു എന്ന കാര്യമൊക്കെ അറിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ദേഷ്യമൊക്കെ പോയി മോളെ എന്ന് പറയുവാണ് രേവതി. അപ്പോഴേക്കും വർഷ പറയും രേവതി ചേച്ചി എന്തൊരു സോഫ്റ്റ് ക്യാരക്ടറാണ്, എനിക്ക് രേവതി ചേച്ചിയെ പോലെയൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല, പൊതുവെ എല്ലാവരും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ ഭാര്യ ഇറങ്ങി സ്വന്തം വീട്ടിലോട്ട് പോവും, രേവതി ചേച്ചി എന്നാലും എല്ലാം സഹിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അതെന്താ വർഷയും ശ്രീകാന്തും കൂടി തല്ലുപിടിച്ചാൽ വർഷ നേരെ ഇറങ്ങി വർഷയുടെ വീട്ടിലോട്ട് പോകുമെന്ന് രേവതി ചോദിക്കുവാണേ. ചന്ദ്ര ഇങ്ങനെ കാതോർത്തിരിക്കുക ഇവർ തമ്മിൽ എന്താ ഈ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതൊക്കെ കേട്ടോണ്ടിരിക്കുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ എന്തിനാ എൻ്റെ വീട്ടിലോട്ട് പോകുന്നേ, ശ്രീകാന്ത് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ശ്രീകാന്തിൻ്റെ മൂക്കിനിട്ട് ഒറ്റ ഒരു ഇടി കൊടുക്കും, അപ്പോൾ പിന്നെ ശ്രീകാന്ത് മൂക്കിൽ ബാൻഡേജ് ഒട്ടിച്ച് വേണം അങ്ങോട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് വർഷ ചിരിക്കുവാണ്. രേവതിയും ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്ര പുറത്ത് നിന്ന് ഇത് കേട്ട് ഞെട്ടുവാണ്.
എനിക്ക് രേവതി ചേച്ചിയെ പറ്റി പോലെയൊന്നും സോഫ്റ്റ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. എന്നെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ്റെ കാര്യം പോക്കാന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ശരി ശ്രീകാന്തിൻ്റെ മൂക്കിനിട്ടടിക്കും, ഞാൻ ആ വർഷയെ ദേഷ്യം പിടിപ്പിക്കുന്നെങ്കിലോ എൻ്റെ മൂക്കിനിട്ടടിക്കോ? പറയും, രേവതി ചേച്ചിയുടെ മൂക്കിനിട്ടൊന്നും ഞാൻ അടിക്കില്ല, എൻ്റെ കൈ കണ്ടില്ലേ നഖം വളർത്തി വെച്ചിരിക്കുന്നത്, ഒറ്റ മാന്ത് തരുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചിരിക്കുവാണേ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് സന്തോഷമാവുന്നുണ്ട്. രേവതി ഉപദ്രവിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. പുറത്തുനിന്ന് ചന്ദ്ര ചിരിക്കുവാണേ. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശരി ഇനി അമ്മയാണ് നിന്നെ ദേഷ്യപ്പെടുത്തുന്നതെങ്കിലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ചന്ദ്ര ഇത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അമ്മയാണ് എന്നെ ദേഷ്യപ്പെടുത്തുന്നതെങ്കിൽ എനിക്ക് ജോലി എൻ്റെ വർത്തമാനത്തിലൂടെയല്ലേ ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി എന്നെ എന്തെങ്കിലും ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാക്കും കൊണ്ട് തന്നെ നല്ല മറുപടി കൊടുക്കും, എൻ്റെ കയ്യിലോട്ട് കിട്ടട്ടെ അവരെ എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഞെട്ടുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കും ഈ രേവതി ചേച്ചി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന്. രേവതി ചേച്ചി ചീത്ത പറയുന്നത് കാണുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരാറുണ്ട്. രേവതി ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അതൊന്നും കേട്ടോണ്ട് നിൽക്കില്ല എന്നാണ് വർഷ പറയുന്നത്. ഈ ചില കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ, കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്നത്, അതേപോലെ ഞാൻ ആൻറ്റിയുടെ ചെവിയിൽ നിന്നും പുക പോകുന്നത് വരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വർഷ പറയുവാണേ. ഇത് കേട്ടിട്ട് രേവതി ചിരിക്കുവാണ്. എൻ്റെ ചീത്ത കേട്ടിട്ടും ആൻറ്റി ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നറിയോ, ഈ തവി എടുത്ത് ഇങ്ങനെ ചൂടാക്കിയിട്ട് ആൻറ്റിയുടെ മുഖത്തൊരു എക്സ് പോലെ ഒരു മാർക്ക് വരച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ട് വർഷ ചിരിക്കുവാണ്. അപ്പോഴേക്കും രേവതി, അയ്യോ ഈ വർഷം എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് രേവതി ചിരിക്കുവാണേ. ചന്ദ്ര ഇത് കേട്ട് ഇങ്ങനെ ഞെട്ടുക, ഇവൾ എന്നെപ്പറ്റിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഓർത്തിട്ട്. ചന്ദ്ര എന്നിട്ട് അടുക്കളയുടെ അകത്തോട്ട് കയറിപ്പോയിട്ട് വർഷയെന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ വർഷ പറയും, ആ ആൻറ്റിയോ, ആൻറ്റിയെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ സംസാരിച്ചത്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു. ശരി ശരി എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോകുവാണേ. പിന്നെ നമ്മുടെ ചന്ദ്ര ദേഷ്യം മൊത്തം തീർക്കുന്നത് നമ്മുടെ രേവതിയോടാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താടി വർഷയെ എനിക്കെതിരായിട്ട് തിരിക്കാൻ നോക്കുവാണോ, ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കിപ്പിക്കാൻ വേണ്ടി നോക്കുവാണോ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അമ്മായിയമ്മേനെ നീ എന്ത് ചെയ്യും, ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാടി, അവളാണെങ്കിൽ ചൂട് വെക്കുമെന്നൊക്കെ. അപ്പോൾ രേവതി പറയും, അതമ്മേ വർഷ വെറുതെ തമാശക്ക് പറഞ്ഞതാ. പിന്നെ തമാശ, അമ്മായിയമ്മയുടെ മുഖത്ത് ചൂട് വെക്കുമെന്ന് പറയുന്നതാണല്ലോ ഒരു തമാശ. നീ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കുക. അപ്പോൾ രേവതി പറയാം, അമ്മ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കില്ലേ, ഞങ്ങളെ വെറുതെ തമാശക്ക് പറഞ്ഞതെന്ന് പറയുമ്പോൾ നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടി വരുന്നുണ്ട്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ആൻ്റണിയുടെ ഓഫീസിലോട്ട് നവീൻ വരുവാണേ. അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഈ ആൻ്റണി ആരാന്ന് ചോദിക്കുവാണ്. അപ്പോൾ തന്നെ പുറത്ത് നിൽക്കുന്ന ആൻ്റണിയുടെ സുഹൃത്ത് പറയും, ഓ നിങ്ങളോ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആൻ്റണി ചേട്ടൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നത്, വാ വാ അകത്തോട്ട് വാ എന്ന് പറയുവാണേ. എന്നിട്ട് ആൻ്റണിയോട് പറയുന്നുണ്ട്, ദേ ചേട്ടാ ഞങ്ങൾ കാത്തിരുന്ന ആൾ ഇങ്ങോട്ട് വന്നെത്തി എന്ന് പറയുവാണ്. അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ആൻ്റണി, എന്താ എന്നോട് പെട്ടെന്ന് വരാൻ വേണ്ടിയൊക്കെ പറഞ്ഞത്, കാശിൻ്റെ കാര്യം എന്തോ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ആ ഞാനാ നിങ്ങളെ വിളിച്ചത്, എന്താ വല്ല പലിശക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, എനിക്കും കാശിന് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, കല്യാണമൊക്കെ വരുവാണേ, എന്താ തരാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുവാണേ നമ്മുടെ നവീൻ ആൻ്റണിയോട്. ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ആൻ്റണി പോയിട്ട് നവീൻ്റെ മുഖത്തിട്ട് ഒരെണ്ണം പൊട്ടിക്കുവാണേ. അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ, പിന്നെ നീ എന്താടാ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്ന് ചോദിക്കുവാണ്. ബ്ലാക്ക് മെയിലിങ്ങോ, ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്, ഞാൻ പഠിച്ച വ്യക്തിയാണ്, എനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ, പഠിച്ച വ്യക്തി എന്നിട്ടാണോടോ നീ ഈ പണി കാണിക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുവാണേ നവീനെ ആൻ്റണി. നിങ്ങളെ എനിക്കറിയാനും കൂടി പാടില്ല, നിങ്ങളെ ഞാൻ എന്തിനാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയെന്ന് തോന്നുന്നു പറയുമ്പോൾ ആൻ്റണി പറയും, എനിക്ക് ആളൊന്നും മാറിപ്പോയിട്ടില്ല, നീ ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുവാണേ. നവീൻ എന്നിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എടാ പിടിക്കടാ അവനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരും നവീൻ്റെ പുറകിൽ വണ്ടി എടുത്ത് പോകുവാണേ. നവീൻ ഇവരെ നോക്കി സ്പീഡിൽ ബൈക്ക് ഓടിക്കുവാണേ. ആൻ്റണിയും കൂട്ടുകാരനാണെങ്കിൽ നവീൻ്റെ ബാക്കിലും ഉണ്ട്. അങ്ങനെ ഇവർ കുറേ നേരം ഇങ്ങനെ ബൈക്കിനിങ്ങനെ ഓടിക്കുന്നതൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് സച്ചിയും മഹേഷും കൂടി സ്കൂട്ടറിന് വരുവാണ്. രേവതിയുടെ വഴക്കിട്ട് പോയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിൻ്റെ ഭാര്യയുടെ ദേഷ്യമൊക്കെ മാറി, എന്നാലും നിനക്ക് രേവതിയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ ഇന്നാടാ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടേന്നൊക്കെ മഹേഷ് പറയുവാണേ. അപ്പോഴേക്കും നവീൻ ഇങ്ങനെ ആൻ്റണിയെ നോക്കിയാണല്ലോ ഓടിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു ജംഗ്ഷനിലെത്തി മീറ്റ് ചെയ്യുവാണേ. നവീൻ അവിടെ ഒരു അമ്മുമ്മയുണ്ടാവും. നവീൻ ഇങ്ങനെ ബാക്കിൽ നോക്കി വണ്ടി ഓടിപ്പിക്കുമ്പോഴേക്കും ആ അമ്മുമ്മയെ ഇടിച്ചിടുവാണ് താഴത്തിട്ട്. എന്നിട്ട് നവീൻ തിരിഞ്ഞു നോക്കാതെ വണ്ടി എടുത്ത് ഓടുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും സച്ചി പറയും, മഹേഷ് നീ അമ്മുമ്മയെ എളുപ്പം ആശുപത്രി കൊണ്ടോ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി നല്ല ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പനീർ പോയിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.